ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഡിസംബർ പ്ലാനർ സെറ്റ് ചെയ്യാം. മേക്ക് ഇറ്റ് കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി എൻ്റെ കയ്യിലുള്ളൊരു പ്ലാനറുണ്ട്. അതിൽ ലാസ്റ്റ് ഭാഗം ഞാനൊന്ന് ഡിസംബറിൻ്റെ ഒരു തീം വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് ഈ പ്ലാനറിൻ്റെ ഫസ്റ്റ് പേജസ് എന്നൊക്കെയാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇതിലിങ്ങനെ ഓൾറെഡി പ്രിൻ്റഡ് ആയിട്ടുള്ള കുറേ ആക്ടിവിറ്റീസും ടെംപ്ലേറ്റ്സും ഒക്കെ ഉണ്ട്. ഈ കാണുന്ന കാർഡ്സൊക്കെ നമുക്ക് ടിയറബിളാണ്. അവിടെ നമുക്ക് ആവശ്യത്തിന് എടുത്തൊട്ടിക്കുക അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. കണ്ടോ, കൺഗ്രാജുലേഷൻ, താങ്ക് യു എന്നൊക്കെ ചെയ്തിട്ട് ഒരു കാർഡ്സും പാറ്റേൺ പേപ്പേഴ്സും ഒക്കെ ഉണ്ട്. ബാക്കിൽ കുറേ സ്റ്റിക്കേഴ്സും ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒപ്പം കിട്ടിയിട്ടുള്ള ബുക്ക് മാർക്കാണിത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഫ്രണ്ട് പേജ് സ്റ്റാർട്ട് ചെയ്യാം. ഡിസംബറിൽ നിന്ന് എഴുതുന്ന ഫസ്റ്റ് പേജാണ് ഞാൻ ചെയ്യുന്നത്. ഇതിലിവിടെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഡിസംബർ ക്രിസ്മസ് ഡെക്കറേഷനും ഒക്കെ ഉപയോഗിക്കുന്ന കുറച്ച് എലമെൻറ്റ്സൊക്കെ വരച്ചു കൊടുത്തിട്ട് നടുവിൽ ഡിസംബർ എന്ന് ജസ്റ്റ് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ കുറച്ച് ഒരു ടീ ബാഗ്, പിന്നെ ബ്ലാങ്കറ്റ് അങ്ങനെയൊക്കെ വരച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്രാഞ്ചസ്, ലീവ്സും പിന്നെ അതിൽ കുറച്ച് ചെറി ഒക്കെ ഉള്ള പോലെ അങ്ങനെ വരയ്ക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം ഒരു ബ്രൗൺ കളർ എടുത്ത് അതിൻ്റെ ബ്രാൻഡ് വരച്ചു നോക്കി. പക്ഷേ അതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഡാർക്ക് ബ്രൗൺ എടുത്തിട്ട് അത് മാറ്റി വരച്ചു. ഒരു ഡാർക്ക് ഗ്രീനിലാണ് ലീവ്സ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ ഞാൻ വേറെ സ്റ്റാർസും ജിഞ്ചർ ബ്രെഡ് അങ്ങനെ എല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് സ്ട്രിങ് ലൈറ്റ്സും ലാൻഡേൺസും അങ്ങനെയൊക്കെ. ഇപ്പോൾ ഒരു ക്യാൻഡി കെയിനാണ് വരച്ചത്. ഇനി നമുക്ക് സ്റ്റാർസൊക്കെ വരയ്ക്കാം. അങ്ങനെ നമ്മൾ സാധാരണ ഡെക്കറേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് എലമെൻറ്റ്സ് അവിടെ ഇവിടെയൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. ആക്ച്വലി ഇതൊരു ഈ ബുക്ക് എന്ന് പറയുന്നത് ഒരു പ്ലാനർ കം ജേർണൽ അങ്ങനെ പറ്റിയൊരു ബുക്കാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്യാനുള്ള കുറേ കാര്യങ്ങളൊക്കെ ഫ്രണ്ട് പേജസിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ജേർണൽ പോലെ നമുക്ക് മനസ്സിൽ തോന്നുന്ന എഴുതാൻ വേണ്ടിയിട്ട് ഡേറ്റഡ് അല്ലാത്ത ഫ്രീ ആയിട്ടുള്ള പേജസാണ് ഓരോ ഭാഗത്തും കൊടുത്തത്. 12 ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്താ പറയുക, കുറേശ്ശെ പേജസ് വിട്ടിട്ട് ഓരോ ഭാഗത്ത് തുടങ്ങുമ്പോഴും ഇങ്ങനെ ഹോപ്സ്, പ്ലാൻസ്, ഡ്രീംസ് അങ്ങനെയൊക്കെ എഴുതിയിട്ടുള്ള ഒരു ഫസ്റ്റ് കുറച്ച് പേജസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ടാണ് നമുക്ക് അത് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഒരു സ്ട്രിക്ട്ലി പ്ലാനർ എന്നതിനേക്കാളും ഉപരി ഒരു ജേർണൽ പോലെയാണത്. നല്ലൊരു ബുക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ പൈൻ ട്രീസ്, സാന്റാക്ലോസ് അങ്ങനെ ക്രിസ്മസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് വേണമെങ്കിലും വരച്ചു കൊടുക്കാം. ഞാൻ ഏറ്റവും എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്കാറ്റേർഡ് ആയിട്ട് വരച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സ്ട്രിങ്സ്, ലൈറ്റിൻ്റെ സ്ട്രിങ്സും പിന്നെ ഹാറ്റൊക്കെയാണ് വരക്കുന്നത്. ലൈറ്റിൻ്റെത് ഗ്രീൻ ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് ബൾബൊക്കെ വരച്ചത്. ഇനി നമുക്ക് കുറച്ച് സ്റ്റാർസും ലൈറ്റ്സും ഒക്കെ വരച്ചു കൊടുത്തിട്ട് അതൊക്കെ ഒന്ന് കളർ ചെയ്തെടുക്കാം. നമ്മുടെ സാധാരണ ഡിസംബറിൽ ഡെക്കറേഷൻ, ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വീട് ഡെക്കറേറ്റ് ചെയ്യാനോ ഒക്കെ യൂസ് ചെയ്യുന്ന എന്ത് എലമെൻറ്റ്സ് വേണമെങ്കിലും വരച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ചെയ്തേ ഉള്ളൂ. ശരിക്കും ഒരു പ്ലാനറിൻ്റെ പേർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലൊരു റുട്ടീൻ കൊണ്ടുവരിക, അതിന് കുറച്ചൊരു അടുക്കും ചിട്ടയും കൊണ്ടുവന്ന് ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ട്രാക്കറും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്ലാനറിൽ ഉണ്ടാവുക. ജേർണലൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളതിലെഴുതിയ വരയ്ക്കൊക്കെ ചെയ്യാം. പക്ഷേ വരയ്ക്കാനും ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർക്ക് ഇതൊരു കൈൻഡ് ഓഫ് കാമിങ് പ്രോസസ്സാണ്. നമുക്കൊരു നേരം പോക്കും ഒക്കെ ആണല്ലോ. അപ്പം ജസ്റ്റ് ഒരു മന്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫസ്റ്റ് ഡേ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ
നമുക്കും ഒരു എൻ്റർടൈൻമെൻറ്റായി, പിന്നെ നമുക്ക് കാണാനും കുറച്ച് ഭംഗിയൊക്കെ ഉണ്ടാവും. ശരിക്കും ഇപ്പം പ്ലാനറിന് ഇങ്ങനെയൊന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ എന്താ പറയുക, കാര്യങ്ങളെല്ലാം നടക്കുക എന്നതാണ്. അത് കറക്റ്റ് നടക്കുന്നുണ്ടോ എന്നുള്ളൊരു ട്രാക്ക് ചെയ്യുക എന്നതാണ് പ്ലാനറിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമുക്ക് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്കൊരു ജിഞ്ചർ ബ്രെഡും കൂടി വരച്ചെടുക്കാം. ഡാർക്ക് ബ്രൗൺ ഔട്ട്ലൈൻ കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ബ്രൗൺ വെച്ചിട്ട് ഞാൻ കളർ ചെയ്തു. പിന്നെ കയ്യിലുണ്ടായിരുന്ന ഒരു വൈറ്റ് പെൻ വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്യുകയാണ് ചെയ്തത്. ഞാൻ ഡോംസിൻ്റെ ബ്രഷ് പെൻ ഉപയോഗിച്ചിട്ടാട്ടോ ഡിസംബർ എന്ന് എഴുതി കൊടുക്കുന്നത്. അപ്പം എനിക്കങ്ങനെ കാലിഗ്രഫി അങ്ങനെ ചെയ്യാനൊന്നും അറിയില്ല. പക്ഷെ ചെറുതായിട്ട് ഇങ്ങനെ കട്ടി കൂട്ടിയും കുറച്ചും ഒക്കെ ചെയ്ത് ഞാൻ നോക്കുന്നുണ്ട്. അത്രയ്ക്ക് നന്നായിട്ടൊന്നുമില്ല, എങ്ങനെയൊക്കെയാണല്ലോ അല്ലേ പഠിക്കുന്നത്. അപ്പോൾ ഒരു ബ്ലാക്ക് സ്കെച്ച് പെൻ എടുത്തിട്ടാണ് ഞാൻ, ഇത് ബ്രഷ് പെന്നാണ് കേട്ടോ ഡോംസിൻ്റെ, അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഡിസംബർ എന്ന് എഴുതി കൊടുക്കുന്നത്. ഓൾറെഡി ഔട്ട്ലൈൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ മേലെ കൂടെ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പേജ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഡയമണ്ട്സും കൂടി അവിടെ ഇവിടെയൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇത്. പിന്നെ ഇതിൽ ഓൾറെഡി ഹോപ്സ്, പ്ലാൻസ്, ഡ്രീംസ് എന്ന് പറഞ്ഞിട്ടൊരു പേജ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മന്ത്ലി സ്പ്രെഡും ഓൾറെഡി ഇതിലുണ്ട്. അതുകൊണ്ട് ഞാൻ സ്പെഷ്യലായിട്ട് വേറെ മന്ത്ലി സ്പ്രെഡ് എഴുതി വരച്ചുണ്ടാക്കുന്നില്ല. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്രെയിൻ ഡംപ് എന്ന് പറഞ്ഞിട്ടൊരു, ജസ്റ്റ് നമുക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പേജ് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു പിങ്ക് കളർ എടുത്ത് ബ്രെയിൻ ഡംപ് അങ്ങനെ എഴുതി, എന്നിട്ട് കുറച്ച് ലീവ്സും പ്ലംസും ഒക്കെ കുറച്ച് വരച്ചു കൊടുത്ത് അതൊക്കെ ഒന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കൊരു പേനയും കുറച്ച് സ്കെച്ച് പെന്നും ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ജേർണൽ സെറ്റപ്പാണ് ഞാനിന്ന് ചെയ്യുന്നത്. അല്ലാതെ ഒരുപാട് ഫാൻസി ആയ സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷെ അതില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ട് കുറച്ച് ടൈം തന്നെ സ്പെൻഡ് ചെയ്താൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു തീമിലാണ് ഞാനിത് ചെയ്യുന്നത്. പിന്നെ താഴെ ഒരു സാൻഡിനെ വരച്ചു കൊടുക്കുന്നുണ്ട്, എന്നിട്ട് അതിനെയും ഒന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. പിന്നെ ഞാനിത് ആക്ച്വലി എൻ്റെ വീട്ടിൽ നിന്നല്ല ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ആകെ ഈ ഡോംസിൻ്റെയും ഫേബർ കാസ്റ്റലിൻ്റെയും സ്കെച്ച് പെൻസ് മാത്രമേ കയ്യിലുള്ളൂ. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബുക്കിൻ്റെ ജേർണലിൻ്റെ പേപ്പർ അത്ര തിക്കുള്ള പേപ്പറല്ല. സോ ഞാൻ സ്കെച്ച് ചെയ്തത് മൊത്തം അപ്പുറത്തോട്ട് പരന്ന് ആകെ കൊളായിട്ടുണ്ട്. ശരിക്കും ഈ പേപ്പറിൽ ക്രയോൺസ് അല്ലെങ്കിൽ കളർ പെൻസിൽസൊക്കെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പക്ഷെ എൻ്റെ കയ്യിൽ ആ ടൈമിലില്ലായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ കരുതി എന്തായാലും ചെയ്ത് തുടങ്ങിയല്ലോ, അപ്പോൾ ഇനി അധികം ദിവസവും ഇല്ല ഡിസംബർ ആവാൻ. അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് പെൻസിലൊക്കെ എടുത്ത് ചെയ്യാമെന്ന് വെക്കുമ്പോഴേക്കും ദിവസം കുറേ ആവും. അപ്പോൾ അതിനെക്കാട്ടും നല്ലത് ഇപ്പോൾ എന്തായാലും ചെയ്ത് തുടങ്ങി, കുറച്ച് കൊളാവെങ്കിലും അതൊരു ഐഡിയ കിട്ടുമല്ലോ കാണുന്നവർക്ക്. അപ്പം ഞാൻ ചെയ്യാമെന്ന് കരുതി അങ്ങനെ താഴെ ഒരു സാൻഡിനെയും കൂടി വരച്ചു കൊടുത്ത് അതിനൊക്കെ ഒന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ബ്രെയിൻ ഡംപ് എന്നുള്ള പേജും റെഡി ആയിട്ടുണ്ട്. ആക്ച്വലി ഒരു ബുള്ളറ്റ് ജേർണൽ ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു
ബുക്കിൻ്റെയും ഒരു പെന്നിൻ്റെ ആവശ്യമേ ഉള്ളൂ. പക്ഷെ കുറച്ചും കൂടി ഫാൻസി ആക്കി കളർഫുള്ളൊക്കെ ആക്കുമ്പോൾ നമുക്ക് അതിന് വേറൊരു തരം സാറ്റിസ്ഫാക്ഷൻ കിട്ടുമല്ലോ. അത്രേ ഉള്ളൂ. സ്റ്റിക്കേഴ്സും വാഷി ടേപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ, ടെംപ്ലേറ്റ്സ് ഇതൊക്കെ ഉണ്ടെങ്കിലും കുറച്ചും കൂടി ഭംഗിയിലൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാവർക്കും ഇപ്പോൾ അത് അഫോർഡബിൾ ആയിരിക്കണം എന്നല്ല. പക്ഷെ ഒരു കളർ പെൻസ് ഒക്കെ ഒരുമാതിരി എല്ലാവരുടെയും കയ്യിലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വെച്ച് നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് ഞാനൊരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒരു ടെംപ്ലേറ്റാണ് ഉണ്ടാക്കുന്നത്. റെഡ് കളർ കൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡിന് എഴുതി കൊടുത്തിട്ട് കുറച്ച് നേരത്തെ ചെയ്ത പോലെ തന്നെ ലീവ്സൊക്കെ വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ അവിടുന്ന് ഹാങ്ങിങ് ആയിട്ട് കുറച്ച് സ്റ്റാർസും ബൾബ്സും അതാണ് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ ക്രിസ്മസ് ഡെക്കറേഷനിൽ എസ്പെഷ്യലി ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യുമ്പോഴുള്ള മെയിൻ ആയിട്ടുള്ള 2 എലമെൻറ്റ്സ് ആണല്ലോ കുഞ്ഞു കുഞ്ഞു സ്റ്റാർസും ഈ കളർഫുള്ളായിട്ടുള്ള ബോൾസൊക്കെ. അപ്പം കുറച്ച് കളർഫുൾ ബോൾസും വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ലൈറ്റ് കളേഴ്സിലുള്ള കുറച്ച് ലീവ്സ് വിത്ത് പ്ലം അതാണ് ചെയ്തെടുക്കുന്നത്. പറഞ്ഞ എന്തായാലും ചെയ്തു തുടങ്ങിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് കട്ടിയില്ലാത്ത പേപ്പർ ആണെങ്കിൽ സ്കെച്ച് യൂസ് ചെയ്യാതിരിക്കുക. ബ്രഷ് പെന്നൊന്നും യൂസ് ചെയ്യാതെ കളർ പെൻസിൽസ് ആൻഡ് ക്രയോൺസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടേക്ക് പടരില്ല. ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്ലാനറിൻ്റെ ഒരു പർപ്പസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസവും ഇപ്പോൾ 31 ദിവസമാണെങ്കിൽ ഓരോ ദിവസവും നമ്മൾ എന്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഡേ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുന്നത് എന്നത് എഴുതുക എന്നതാണ്. അപ്പം ഒരുപക്ഷെ നമുക്ക് അന്നൊരു വളരെ മോശം ദിവസമായിരിക്കാം എങ്കിൽ പോലും ആ ദിവസത്തിൽ പോലും ഒരു നല്ലൊരു കാര്യം ഉണ്ടായിട്ടുണ്ടാവും. അത് കണ്ടുപിടിച്ച് നമ്മൾ എഴുതുമ്പം എല്ലാത്തിലും ഒരു പോസിറ്റിവിറ്റി കാണാനുള്ള ആ ഒരു കൈൻഡ് ഓഫ് മൈൻഡ് സെറ്റ് നമുക്ക് വരും. അപ്പം എനിക്കെപ്പോഴും തോന്നാറുണ്ട് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിൻ്റെ ആ പേജ് വളരെ ഹെൽപ്ഫുള്ളാണെന്ന്. കാരണം ഇപ്പം നമുക്ക് തോന്നുന്നു ഇന്ന് വളരെ മോശം ദിവസമായിരുന്നു എന്നൊക്കെ അങ്ങനെ ഒരു മൈൻഡാണെങ്കിലും, പക്ഷെ ഇത് എഴുതുന്ന നേരത്ത് നമ്മൾ എഴുതണമല്ലോ എന്ന് കരുതി ആലോചിച്ച് അന്ന് നടന്നൊരു നല്ല കാര്യം നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഓർത്തെടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടുമല്ലോ. അപ്പോൾ നമ്മളൊരു പോസിറ്റീവ് ആക്കി വെക്കാൻ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ചെയ്യുന്നത് എപ്പോഴും. ഇനി അടുത്തത് നമ്മൾ മൂഡ് ട്രാക്കറാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ ഓൾറെഡി ഞാൻ ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് മൂഡ് ട്രാക്കർ എന്നുള്ളത്. അതും എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ കുറച്ച് കട്ടിക്കൂട്ടിയും കുറച്ചൊക്കെ എഴുതാൻ നോക്കുന്നുണ്ട്. ചെറുതായിട്ടൊക്കെ എനിക്കിഷ്ടപ്പെട്ടു സ്വന്തം എഴുതിയത്. ഒരു തുടക്കക്കാരി എന്ന നിലയിൽ കൊള്ളാമെന്ന് തോന്നുന്നു. പിന്നെ ഞാനൊരു 6 മൂഡ് ആണ് എഴുതിയിട്ടുള്ളത്. ഹാപ്പി, ഗുഡ്, ബാഡ്, ആംഗ്രി, ടയേർഡ്, സിക്ക്. എന്നിട്ട് അതിന് സ്പെസിഫിക് ആയിട്ട് കുറച്ച് കളേഴ്സും ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. പിങ്ക്, റെഡ്, ഓറഞ്ച്, പിന്നെ യെല്ലോൻ്റെ കുറച്ച് വേരിയേഷനുള്ള കളേഴ്സ്. അങ്ങനെ 6 കളേഴ്സ് ഓരോ ഫീലിങ്സിനും വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇനി പ്ലം ആൻഡ് ലീവ്സാണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പം ഇതിലത്തെ ഓരോ പ്ലംസും ആണ് എൻ്റെ ഓരോ മൂഡ്. അങ്ങനെ 31 പ്ലംസ് ഞാൻ മൊത്തത്തിൽ വരച്ചിട്ടുണ്ട്. ഇത് ശരിക്കും പ്ലമ്മാണ്, ചെറിയണം പ്ലംസ് ആണെന്ന് തോന്നുന്നു. അപ്പം പിന്നെ ഒരു 3 ടൈപ്പ് ഇലകളും വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇലകളൊക്കെ ഞാനിപ്പോൾ കളർ ചെയ്ത് വെക്കും ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് ഗ്രീൻ വെച്ചിട്ട്. പക്ഷേ ഈ പ്ലംസൊക്കെ ഓരോ ദിവസവും നമ്മുടെ മൂഡിനനുസരിച്ച് കളർ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ലാസ്റ്റ് എൻഡ് ഓഫ് ദ മന്ത് നമുക്ക് ഒരു ഐഡിയ കിട്ടും ഏത് കളറാണോ മുന്നിട്ട് നിൽക്കുന്നത് അതാണ് നമ്മുടെ മൊത്തത്തിൽ ആ മാസത്തെ ഒരു മൂഡായിരുന്നത് എന്ന് നമുക്കൊരു ഐഡിയ ഒക്കെ കിട്ടും. എനിക്ക് ഈ വോൾ ഡിസംബർ ജേർണൽ സെറ്റപ്പിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ മൂഡ് ട്രാക്കറിൻ്റെതായിരുന്നു. ഞാനത് കളറൊക്കെ ചെയ്ത് വന്നപ്പം എനിക്ക് തന്നെ സ്വയം ഒരു സാറ്റിസ്ഫാക്ഷനൊക്കെ കിട്ടി. പക്ഷേ ഇത് കഴിഞ്ഞ് അപ്പുറത്തെ പേജ് ചെയ്തതെല്ലാം ഇങ്ങോട്ട് പടർന്നപ്പോൾ പിന്നെ ആദ്യം ചെയ്ത് വെച്ചതിൻ്റെ ഒരു ഭംഗിയൊക്കെ പോയി. പക്ഷെ സാരില്ല, നെക്സ്റ്റ് ടൈം നമുക്ക് ശ്രദ്ധിക്കാം, അത്രേ ഉള്ളൂ.
ഇനി ഞാൻ ഈ ലീവ്സൊക്കെ ഒന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം 3 ടൈപ്സ് ഓഫ് ലീവ്സ് ഉണ്ടല്ലോ, അപ്പം അതിന് 3നും ഞാൻ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് ഗ്രീനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ക്ഷമ ഉണ്ടെങ്കിൽ ഞാൻ കളർ ചെയ്തത് നോക്കിയിരുന്നുള്ളൂ, അല്ലെങ്കിൽ ജസ്റ്റ് 2xലൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് അടിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ ഈ കളറിങ് തീർന്നോളൂ. അല്ലെങ്കിൽ നിങ്ങളും എൻ്റെ ഒപ്പം വരച്ച് തന്നെ പോവുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമുണ്ടാവും എന്ന് തോന്നുന്നു. ഇനി നമുക്കടുത്തത് ഹാബിറ്റ് ട്രാക്കർ സെറ്റ് ചെയ്യാം. അപ്പം ഞാനൊരു 5 ഹാബിറ്റ്സ് ആണ് ഇവിടെ എഴുതാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ട 31 ഡേയ്സിൻ്റെ ഒരു ടേബിളൊക്കെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഗ്രീൻ കളർ വെച്ചിട്ടാണ് ഞാൻ ഹാബിറ്റ് ട്രാക്കറിന് എഴുതുന്നത്. ഹാബിറ്റ്സിന് ഗ്രീനും ഒരു ഓറഞ്ച് വെച്ചിട്ട് ട്രാക്കർ അങ്ങനെ എഴുതുന്നുണ്ട്. പിന്നെ നോ ഷുഗർ, ഡ്രിങ്കിങ് വാട്ടർ, വർക്കൗട്ട്, പ്ലാനിങ് കറക്റ്റ് ചെയ്യുന്നുണ്ടോ അത്, അങ്ങനെ സ്റ്റഡിയിങ്, ഇതൊക്കെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഓൾറെഡി അപ്പുറത്തെ സൈഡിൽ നിന്നുള്ള ഗ്രീൻ ഇങ്ങോട്ട് പടർന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ കൂടുതലും ഗ്രീൻ തന്നെ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ താഴെ ഒരു പൈൻ ട്രീയും പിന്നെ ഒരു ഹട്ടൊക്കെ വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സ്നോമാനും ലീവ്സും ഇതൊക്കെയാണ് വരക്കുന്നത്. ഒരു പ്ലാനറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പേജാണ് ഹാബിറ്റ് ട്രാക്കർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലാനറൊക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ ഒരു പേർപ്പസ് എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് റുട്ടീൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ മന്തിൽ അക്കംപ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ഓരോ ദിവസവും അതിൻ്റെ ഒരു എന്താ പറയുക സെൻസസ് എടുക്കാന്നൊക്കെ പറയുന്ന പോലെ അത് കറക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ ഹാബിറ്റ് ട്രാക്കർ. സോ നമ്മൾക്ക് ചിലപ്പോൾ ചിലർക്ക് വർക്കൗട്ട് ആവാം, അല്ലെങ്കിൽ ഓരോരുത്തർക്ക് അവരുടേതായ എന്തെങ്കിലും പുതിയ ഹാബിറ്റ് തുടങ്ങുന്ന, ചിലർക്ക് മെഡിറ്റേഷൻ ചെയ്യണമെന്നായിരിക്കാം. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ഹാബിറ്റാണ് ഈ ഒരു മന്ത് തുടങ്ങണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് ഏതിനാണ് ട്രാക്ക് ചെയ്യാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതി കൊടുക്കുക. അത്രേ ആവശ്യമുള്ളൂ. പിന്നെ നമുക്ക് വേണമെങ്കിൽ സൈഡിലൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കുറച്ചും കൂടി കളർഫുള്ളാക്കാം. ഇനി നമുക്ക് നമ്മുടെ ടു ഡു ലിസ്റ്റ്, ഗോൾസ്, നോട്ട്സ് അതൊക്കെ ഉള്ള ഒരു പേപ്പർ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ സൈഡിൽ ഒന്ന് ജസ്റ്റ് ഒരു ക്രിസ്മസ് ട്രീ വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഡാർക്ക് ഗ്രീൻ വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്തു, അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് ചെയ്തു. പിന്നെ മേലെ ഒരു സ്റ്റാറൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ക്രിസ്മസ് ട്രീൻ്റെ അടിയിൽ കുറച്ച് ഗിഫ്റ്റ്സ് ഇരിക്കുന്ന പോലെയാണ് ഞാൻ വരച്ചു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ കുറച്ച് ഡിഫറെൻറ്റ് കളേഴ്സ് ഗിഫ്റ്റ് റാപ്പൊക്കെ ചെയ്തപ്പോഴുള്ള ഗിഫ്റ്റും കൂടി, അങ്ങനെ ഒരു തീമാണ് ഈ പേജിന് ഞാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ സൈഡിൽ കുറച്ച് ഈ പറഞ്ഞ പോലെ എന്താ പറയുക പ്ലംസ് ആൻഡ് ലീവ്സും ക്യാൻഡി കെയിനും വരച്ചു കൊടുക്കുന്നുണ്ട്. മേലെയും കുറച്ച് ഗിഫ്റ്റ്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. അത്രേ ചെയ്യുന്നുള്ളൂ. പിന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ ടു ഡു ലിസ്റ്റ്, നോട്ട്സ്, കോൾസ്, അതൊരു ജസ്റ്റ് ഒരു
ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു മന്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു പ്ലാനിങ് ഉണ്ടായിരിക്കുമല്ലോ. ഈ മന്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ അച്ചീവ് ചെയ്യണം, പിന്നെ കാര്യങ്ങൾ ഓർത്ത് വെക്കാൻ എന്തെങ്കിലും നോട്ട്സ്. അപ്പോൾ ഒരു ഓവറോൾ ആ മാസത്തേക്ക് വേണ്ടിയിട്ടുള്ളൊരു ടു ഡു ലിസ്റ്റ് അങ്ങനെയാണിത്. പിന്നെ നമുക്ക് ഓരോ ദിവസവും ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് നമുക്ക് വീക്ക്ലി സ്പ്രെഡും ഡെയിലി സ്പ്രെഡും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ ഫസ്റ്റ് തന്നെ ഒരു ഹെഡായിട്ട് ആ മന്ത് തുടക്കത്തിൽ പ്ലാൻ ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ഐഡിയ കിട്ടാൻ, നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളുണ്ടാവുമല്ലോ ഈ മന്തിൽ നമ്മൾ ചെയ്ത് തീർക്കേണ്ടത് കാര്യങ്ങളൊക്കെ. അപ്പം അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ പേജിൻ്റെ പേർപ്പസ് കേട്ടോ. ഇനി നമുക്ക് വീക്ക്ലി സ്പ്രെഡ് ചെയ്യാം. ആദ്യം ഫസ്റ്റ് പേജ് ആയതുകൊണ്ട്, വീക്ക്ലി സ്പ്രെഡിൻ്റെ ഫസ്റ്റ് പേജ് ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സൈഡിലൊരു കലണ്ടർ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൈറ്റ് റോസ് കളറിൽ ഡിസംബർ എന്ന് എഴുതിയിട്ട് കുറച്ചും കൂടി ഒരു ഡാർക്കായി കളറിൽ ഒന്നും കൂടി ഡിസംബർ തന്നെ മേലെ കൂടെ എഴുതിയിട്ട് ലവ് ഒക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4 ഡേയ്സാണ് ഞാൻ ഈ പേപ്പറിൽ ഈ ഫസ്റ്റത്തെ പേജിൽ ചെയ്യുന്നത്. അപ്പം മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ഒക്കെ എഴുതി കൊടുത്തു. പിന്നെ ആ കലണ്ടർ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ ഈ ഒരു ടെംപ്ലേറ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെ കുറച്ച് ക്രിസ്മസ് ബോൾസ് വരച്ചു കൊടുക്കുന്നുണ്ട് സൈഡിൽ ചെറുതായിട്ട്. അത്രയേ ഉള്ളൂ. ഈ ഒരു പേജിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ദിവസം ഒരു ടു ഡു ലിസ്റ്റ് പോലെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്കൊരു 4-5 കാര്യങ്ങൾ നമ്മൾ ഒരു ദിവസം ചെയ്ത് തീർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഒക്കെ എഴുതി വയ്ക്കാനുള്ളതാണ്. അപ്പം ഒരു ഡേൻ്റെ ഫുൾ കാര്യങ്ങൾ എഴുതി വയ്ക്കുക അങ്ങനെയല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്കത് അച്ചീവ് ചെയ്തോ, അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ആ ഒരു വീക്കിൻ്റെ ഒരു ഐഡിയ ഫസ്റ്റ് ഹെഡായിട്ട് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീക്ക്ലി സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ആദ്യത്തെ 4 ഡേയ്സ് മാത്രമേ ഇവിടെ എഴുതുന്നുള്ളൂ. ബാക്കി നിങ്ങളുടെ ഒരു ഐഡിയ വെച്ച് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡിസംബർ ജേണൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. നിങ്ങളും ഇതൊക്കെ വെച്ചിട്ട് മിക്സ് ആൻഡ് മാച്ചൊക്കെ ചെയ്തിട്ട് വരയ്ക്കാൻ കഴിയുന്ന രീതിയിൽ വരച്ചെടുക്കുക. പിന്നെ ഇതുവരെ ചെയ്യാത്തവരാണെങ്കിലും ഈ മന്ത് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇത് എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വേറെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യൂ കേട്ടോ.